നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തനായ അതിഥിയെ ആണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഇല്ലാത്തൊരു അതിഥിയാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അതിൻ്റെ വിശേഷങ്ങൾ നമ്മളെ പ്രോഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അതിക്ക് മുന്നേ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു അതിഥി എത്തിയത് തിരുവനന്തപുരത്ത് സൂവിലാണ്, മൃഗശാലയിലാണ്. അത് വേറെ ആരുമില്ല, 14 അനാക്കോണ്ട കൊണ്ടുവരികയുണ്ടായി. അതിനെ തുറന്ന് കൂട്ടിലേക്ക് വിടാൻ ഉദ്ഘാടനം ചെയ്ത് അരുന്ധതി എന്ന പേര് നൽകിക്കൊണ്ട് അന്നത്തെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാർ ആയിരുന്നു അന്നത്തെ വെറ്റിനറി ഡോക്ടർ, അവിടുത്തെ ഡോക്ടർ. അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അതുപോലെ സൂപ്രണ്ട് അന്നത്തെ ക്യൂറേറ്റർ സാറ് ഉണ്ടായിരുന്നു, അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി അതിനെ ഉദ്ഘാടനം ചെയ്ത് തുറന്നു വിട്ടു. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വണ്ണമുള്ള സൈസുള്ള അതിഥി, നമ്മുടെ ഭാരതത്തിൽ ഇല്ലാത്ത അതിഥി, എന്നാൽ ഭാരതത്തിൽ അപൂർവമായിട്ട് മാത്രം സ്നേക് പാർക്കിൽ കാണുന്ന അതിഥി നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ഒരാൾ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ സ്വന്തം സഹോദരൻ്റെ സ്ഥാപനത്തിൽ കുമ്പഴയ്ക്കടുത്തുള്ള മിക്കി പെറ്റ്സിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമ്മുടെ മിക്കി പെറ്റ്സിൻ്റെ ഓണർ, അല്ലെങ്കിൽ നമ്മുടെ അനാക്കോണ്ടയുടെ ഓണർ അതിഥി നമ്മുടെ വിഷ്ണു അവർ. നമസ്കാരം വിഷ്ണു. നമസ്കാരം. സുഖമായിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്തൊരു അതിഥിയാണ് അനാക്കോണ്ട. അപ്പൊ വിഷ്ണുജി, അപ്പൊ ഇതാണ് നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു പുറത്ത് വീട്ടില് സൂക്ഷിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് കൊണ്ടുവന്നു. അതിന് പ്രത്യേകിച്ച് വിഷ്ണുവിനൊരു എന്താണെന്നറിയാം, അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ. നമുക്കൊക്കെ ഇങ്ങനെയുള്ളവരുടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അനാക്കോണ്ടയാണ്. അത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നിട്ട് എത്ര നാളായി? ഇത് നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു അനാക്കോണ്ട. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര എടുത്തെങ്കിലും വാങ്ങിക്കോ, എത്ര ആണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമെങ്കിൽ എത്ര റിസ്ക് എടുത്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സഫലമാക്കി അദ്ദേഹം. പക്ഷെ എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഇത് മെനക്കെട്ട് നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് കളക്ട് ചെയ്തു. ഇത് എത്ര നാളെ? എന്റെ വന്നിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. എത്ര കടി കിട്ടിയിട്ടുണ്ട്? മാസത്തിൽ ഒരു 2 തവണ 3 തവണയൊക്കെ ഇത് ബൈറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ എത്ര നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്താലും അനാക്കോണ്ടകളെ അറിയാലോ, ഇവന്റെ സ്വഭാവം എപ്പോഴെങ്കിലും കടിക്കാം. അടുത്തത് ബൈറ്റിനുള്ള ക്രൈറ്റിന്റെ പ്രത്യേകത, ക്രൈറ്റ് ഇങ്ങനെ പതുങ്ങി പോയിട്ട് ശങ്കർ ഇങ്ങനെ പോയിട്ട് അവിടെ ഇരുന്ന് പിടിച്ചാൽ ഇവനും അതല്ലേ പോയിട്ട് ചുമ്മാ യമന്റെ പരിമാമനോട് എത്തിപ്പിടിക്കുന്ന ഒരു സാധനം. മുറുകി 6 മാസമായി വിഷ്ണു ജില്ലയിൽ വന്നിട്ട് അല്ലേ? ഇവന്റെ ഫുഡ് എന്താണ് കൊടുക്കുന്നത്? ഇതിന് നമ്മളിപ്പോ ചെറിയ കോഴിക്കുഞ്ഞിനെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകത എപ്പോഴും നല്ല തണുപ്പ് വേണം, AC വേണം. എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കാം. ഇത് ഞാൻ നമ്മുടെ സ്റ്റാഫ് സുമേഷ്, നമ്മുടെ മാനേജറാണ്. സുമേഷ് മാനേജ് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാറുണ്ട് ഇതിനെ. നിങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്യാറുണ്ട്, വേറെ ആരും ഹാൻഡിൽ ചെയ്യാറില്ല. അപ്പൊ അത് ഒരു കുഴപ്പമാണ്. എന്തെന്നറിയാം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ തൊടാൻ പറ്റില്ല. നമ്മളങ്ങനെ തൊട്ടാൽ അത് 8ന്റെ പണിയല്ല, മോട്ട് 24ന്റെ പണി വരുമെന്നുള്ള വെച്ച് പറവറ കടി പെട്ടെന്ന് തൊട്ട് കടിക്കും. ഇവന്റെ കടിയും നല്ല കടിയാണ്, കടിച്ചാൽ വിടത്തില്ല. ഇതിന് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ സൂല് തുറന്നു വിട്ടത് വേറൊരു കളറാണ്. അനാക്കോണ്ട 2 ടൈപ്പ് വരുന്നുണ്ട്. ഗ്രീൻ അനാക്കോണ്ട ഉണ്ട്, യെല്ലോ അനാക്കോണ്ട. ഗ്രീൻ അനാക്കോണ്ടയാണ് ഏറ്റവും വലിപ്പം വെക്കുന്നതും സൈസ് ഭാരം കൂടിയതും. ഇവിടെ ഇരിക്കുന്നത് ഇത് യെല്ലോ അനാക്കോണ്ടയാണ്. ഇത് നീളം വെക്കും, വണ്ണം കുറവായി. അതെ, നല്ല വണ്ണമായിരിക്കും. അതുപോലെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടാണ് അനാക്കോണ്ട മനുഷ്യനെ വിഴുങ്ങും, കുഞ്ഞുങ്ങളെ വിഴുങ്ങും. അതൊക്കെ വെറും മണ്ടത്തരമാണ്. മാക്സിമം കൂടി പോയ ഒരു പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ആട് അല്ലെങ്കിൽ ആട്ടിന്റെ കുഞ്ഞ്, അത്രയൊക്കെ ഭക്ഷിക്കാനുള്ള ശേഷി അതിനുള്ളൂ. ഇതിന് മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്, നമ്മുടെ സൂവിലെ 14 അനാക്കോണ്ടകളെ കൊണ്ടുവന്നു. അന്നത്തെ ക്യൂറേറ്റർ സാറും അതുപോലെ ഡോക്ടർ ജിയും പറഞ്ഞു, സുരേഷ് ഒരു കാര്യം, സുരേഷ് എന്നെ ഇതിന് കർമ്മം ചെയ്യാൻ പറ്റിയ ആള്, സുരേഷ് എന്നെ തുറന്നു കൊണ്ടുവന്ന് പറഞ്ഞു. നമ്മളൊരിക്കൽ കൊറോണ സമയത്ത് അവിടെ യാത്ര ചെയ്തപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് കൂട്ടിലിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, അത് നല്ല സൈസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, നമുക്ക് മേളിൽ കിടക്കുന്ന കാണാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ പതിഞ്ഞ് നല്ല സൈസായിട്ട് എൻ്റെ ദേഹത്തുള്ള വട്ടമൊക്കെ ആ ഡിസൈനൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് അനക്കോണ്ട. ശാസ്ത്രനാമം യുനെക്ടെസ് മ്യൂറിനസ്. അനക്കോണ്ടകൾ ബോവ കുടുംബത്തിലെ അംഗങ്ങളാണ്. വലുതും വെനമില്ലാത്തതുമായ പാമ്പുകളുടെ കുടുംബമാണ് ബോവോസ്. ഇന്ന് അനക്കോണ്ടകളുടെ 4 ഇനമുണ്ട്. ഗ്രീൻ അനക്കോണ്ട, പരാഗ്വേൻ അനക്കോണ്ട എന്നറിയപ്പെടുന്ന മഞ്ഞ അനക്കോണ്ട, ബൊളീവിയൻ അനക്കോണ്ട, കറുത്ത അനക്കോണ്ട എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. തെക്കേ അമേരിക്കയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അനക്കോണ്ട വിഭാഗമാണ് ഗ്രീൻ അനക്കോണ്ട. ലോകത്തെ ഏറ്റവും വലിയ പാമ്പ് വർഗ്ഗങ്ങളിൽ ഒന്നാണ് അനക്കോണ്ടകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഗ്രീൻ അനക്കോണ്ടകൾ
30 അടി വരെ നീളവും 250 കിലോയോളം ഭാരവും വയ്ക്കുന്നതാണ്. സാധാരണയായി വെള്ളത്തിലാണ് ഇവ വസിക്കുന്നത്. ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. അനക്കോണ്ടയ്ക്ക് പൊതുവെ പച്ച കലർന്ന തവിട്ട് നിറമാണുള്ളത്. പുറത്ത് 2 വരിയായി അണ്ഡാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം. തല പരന്നതും കറുപ്പ് നിറമുള്ളതുമാണ്. കൂടുതൽ സമയവും ഇവ വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടുന്നു. തല മാത്രം ജലപ്പരപ്പിൽ ഉയർത്തിപ്പിടിച്ച് ഇരയുടെ വരവും കാത്ത് ഇരിക്കാറുണ്ട്. മുതലകളെപ്പോലെ അനക്കോണ്ടകൾക്കും തലയുടെ മുകൾ ഭാഗത്ത് കണ്ണുകളും മൂക്കുകളുമുണ്ട്. അതിനാൽ അവ നദിയുടെ ഉപരിതലത്തിന് മുകളിൽ തലഭാഗം കൂടുതൽ സമയം വയ്ക്കുകയും ബാക്കി ഭാഗം വെള്ളത്തിനടിയിൽ ആക്കിയിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ മരക്കൊമ്പുകളിൽ വളഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും. പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെരുക്കിക്കൊന്നാണ് ഇവ ഭക്ഷിക്കുക. ഗ്രീൻ അനക്കോണ്ടകൾ പക്ഷികളും അവയുടെ മുട്ടകളും മറ്റ് ഉരകങ്ങളും ഉഭയജീവികളും മത്സ്യങ്ങളും സസ്തനികളും ഉൾപ്പെടെ ഏതാണ്ട് എന്തും കഴിക്കും. പിടിച്ചെടുത്ത ഇരയ്ക്ക് ചുറ്റും ശരീരത്തെ ചുറ്റിപ്പിടിക്കുകയും മൃഗങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതുവരെ ഞെരുക്കുകയും ചെയ്യും. വലിച്ചു നീട്ടുന്ന അസ്ഥിബന്ധങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന താടിയെല്ലുകൾ ഇരയെ മുഴുവനായി വിഴുങ്ങുവാൻ സഹായിക്കുന്നു. താടിയെല്ലുകളിൽ പല്ലിന്റെ 4 വരികൾ ഉണ്ട്. ഇവയുടെ ഇണചേരൽ സാധാരണയായി നടക്കുന്നത് മഴക്കാലത്താണ്. ഇണചേരൽ മിക്കവാറും വെള്ളത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഇണചേരലിന് ശേഷം 6 മാസം മുതൽ 7 മാസം വരെ ഗർഭാവസ്ഥയാണ്. ഒരു പ്രാവശ്യം 70-ൽ പരം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും നീളം കൂടിയതുമായ പാമ്പുകളാണ് ഗ്രീൻ അനക്കോണ്ടകൾ. പരാഗ്വേൻ അനക്കോണ്ട എന്നറിയപ്പെടുന്ന മഞ്ഞ അനക്കോണ്ടകൾ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു ബോവ ഇനമാണ്. ലോകത്തെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് അനക്കോണ്ടകൾ. പക്ഷേ മറ്റ് അനക്കോണ്ട ഇനങ്ങളെക്കാൾ ചെറുതാണ് പരാഗ്വേൻ അനക്കോണ്ട. ഇവയും പെരുമ്പാമ്പിനെ പോലെ ഇരയെ ഞെരുക്കിക്കൊന്നാണ് ഭക്ഷിക്കുന്നത്. പക്ഷികളാണ് ഏറ്റവും സാധാരണമായ ഇര. വൈവിധ്യമാർന്ന സസ്തനികൾ, പക്ഷികൾ, ഉരകങ്ങൾ, മത്സ്യം, മുട്ട എന്നിവയടക്കം മിക്കവാറും എല്ലാത്തിനെയും ഭക്ഷിക്കുന്നു. മുതിർന്നവർ ശരാശരി 3.7 മീറ്റർ, അതായത് 12 അടി വരെ വളരുന്നു. പെൺ അനക്കോണ്ടകൾ പൊതുവെ പുരുഷന്മാരെക്കാൾ വലുതാണ്. നീളത്തിൽ 4.6 മീറ്റർ, അതായത് 15 അടി വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 25 മുതൽ 35 കിലോഗ്രാം വരെ സാധാരണയായി ഭാരം വഹിക്കുന്നുണ്ടെങ്കിലും 55 കിലോയിൽ കൂടുതൽ ഭാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ പച്ച കലർന്ന മഞ്ഞ നിറം അടങ്ങിയിരിക്കുന്നതാണ് കളർ പാറ്റേൺ. മഞ്ഞ അനക്കോണ്ടകളുടെ പ്രജനന കാലയളവ് ഏപ്രിൽ മുതൽ മെയ് മാസം വരെ എല്ലാ വർഷവും നടക്കുന്നു. മഞ്ഞ അനക്കോണ്ടകളുടെ ഗർഭാവസ്ഥ കാലയളവ് 6 മാസമാണ്. 4 മുതൽ 82 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. നമുക്ക് ഇത് വിഷ്ണുജിയിൽ വന്നിട്ട് 6 മാസം. ഏകദേശം നിങ്ങളുടെ മുന്നേ എത്ര നാള് പ്രായം ഉണ്ടെന്ന് പറഞ്ഞു? ടോട്ടൽ കൂടി ഒരു 9 മാസം 9-10 മാസം അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ആഗ്രഹം സബലീകരിച്ചു. മുന്നേ അനാക്കോണ്ട എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? അനാക്കോണ്ട നമ്മുടെ ഗ്രീൻ അനാക്കോണ്ട കണ്ടിട്ടുണ്ട്, എല്ലാ അനാക്കോണ്ട കണ്ടിട്ടില്ല. സൂവിന് പോയി തന്നെയാണ്, അല്ലാതെ വേറെ വെളിയിലോട്ടായിട്ട് അറിയില്ല. ഇതിന്റെ ഫുഡിന്റെ രീതി എങ്ങനെയാണ്? ഇത് കോഴിയാണ് ഇപ്പൊ കഴിക്കുന്നത്. ചെറിയ ഒരു 45 ദിവസം 50 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിനെ കൊടുത്താൽ ഈസി ആയിട്ട് അത് കഴിക്കും. അതെ. എത്ര ദിവസത്തിലൊരിക്കാണ് കൊടുക്കുന്നത്? ഒരു 4 ദിവസം കൂടുമ്പോൾ. 4 ദിവസം കൊച്ചു കുഞ്ഞുങ്ങൾ. അതെ, 4 ദിവസം എടുക്കും അത് ഡൈജഷൻ ആവാൻ വേണ്ടി. ഒരെണ്ണമേ പിടിക്കുന്നു. ഒരെണ്ണം പിടിക്കും. വേറെ ഇതിന് ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ വേറെ എന്തെങ്കിലും? മൈസിന്റെ കുഞ്ഞുങ്ങളായിരുന്നു അത് കൊടുത്തോണ്ടത്. ഇതിനിപ്പോ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് മുയലാവും. അങ്ങനെ കൂട്ടി നമ്മൾ കൊടുക്കണം. ഗിനിയോ അല്ലെങ്കിൽ വലിയ കോഴിയോ, വലിയ കോഴിയാണെങ്കിലും കുഴപ്പമില്ല. വലിയ കോഴി അതിന്റെ രോമൊക്കെ കളഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി ജീവനോട് കൊടുത്താലേ കഴിക്കത്തുള്ളൂ. ജീവൻ ഇല്ലെങ്കിൽ തന്നെ ഒന്ന് മൈക്കി കൊടുത്താലും അത് കഴിക്കും. എല്ലാ സ്നേഹിക്കും നമ്മൾ ലൈവ് തന്നെ കൊടുക്കുന്നത്. കാരണം നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന ലൈഫ് ഫീഡ് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് എല്ലാ ആനിമൽസിനും അങ്ങനെ നിൽക്കത്തുള്ളൂ, അങ്ങനെ ജീവിക്കത്തുള്ളൂ, ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഇത് കാണാം, നമുക്ക് കണ്ടല്ലോ. ഇത് ഏകദേശം ഒരു 2.5 അടി അല്ലെ, 2.5 അടിയോളം നീളം വരും അല്ലെ? 3 അടിയോളം നീളം വരുന്നത്. അത് ഏകദേശം ഒരു 10 മാസം. പുള്ളി പറഞ്ഞത് 9 മാസം പ്രായമാണ് പറഞ്ഞത്. പക്ഷെ 10 മാസത്തിനടുത്ത് 9 മാസത്തിനകത്ത് പ്രായമുള്ള 10 മാസത്തോളം പ്രായമുള്ള ഒരു അതിഥിയാണ് പുള്ളി. വളരെ റിസ്ക് എടുത്ത് ഇതിനെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ,
ഇതിനെ പുള്ളിയുടെ കയ്യിലാണ് ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇതിന് എല്ലാ പേപ്പർ വർക്കുകളും എല്ലാം വനംവകുപ്പിന്റെ എല്ലാ നിയമ നടപടികളും നടത്തിയിട്ടാണ് പുള്ളി ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഇല്ലാതെ ആരും ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. അതെ, നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അതിനെ നമ്മുടെ വീട്ടിലേക്ക് അല്ല സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. എല്ലാ പേപ്പർ നേരത്തെ ചെയ്തു. അതെ, ഇത് കൊണ്ടുവരുന്ന കാലാവധി നമ്മൾ വെക്കാനുള്ള കൂടുകൾ എല്ലാം പേപ്പർ കൊടുക്കണ്ടേ. കൂടെന്ന് പറയുന്നത് നമ്മൾ വളരെ നല്ല രീതിക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് കിടക്കാനുള്ള സംഭവങ്ങൾ, ഹൈഡ് ചെയ്തിരിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ വാട്ടർ എപ്പോഴും നല്ല മിനറൽ വാട്ടർ. ഇത് മാത്രം നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഫ്രഷ് വാട്ടർ, മിനറൽ വാട്ടർ, നമ്മൾ കുടിക്കുന്ന വാട്ടർ ഫിൽറ്റർ ചെയ്ത് അത് മാത്രം വെച്ച് കൊടുക്കുന്നത്. ശരിക്കും അനാക്കൊണ്ട ഈ അഴുക്കിനകത്തൊക്കെ കിടക്കുന്ന പാമ്പുകളാന്നൊക്കെ പറയാം. അത് പക്ഷേ എല്ലാ അനാക്കൊണ്ട അല്ല, ഗ്രീൻ അനാക്കൊണ്ടയാണ് എല്ലാ ക്ലൈമറ്റിലും അഴുക്കിനകത്തും ചെള്ളക്കകത്തും ഒക്കെ കഴിയുന്നത്. ഇത് എല്ലാ അനാക്കൊണ്ടയാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകും. ഫുഡിലും ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ഡീപ്പോൺ ചെയ്യണം. വെള്ളം കൃത്യമായിട്ട് എത്ര ആഴ്ച ദിവസം വെള്ളം മാറ്റി കൊടുക്കും. കാരണം ഇത് വെള്ളം മോശം പാസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് വെള്ളത്തിനകത്ത് പാസ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി നമ്മൾ മാറ്റിയില്ല ഇൻഫെക്ഷൻ അടിക്കുകയൊക്കെ. ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ അസുഖങ്ങൾ. അപ്പൊ ഡെയിലി മിനറൽ വാട്ടർ കൊടുക്കും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച കാര്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണുവിനെ കുറിച്ച് പറയാൻ കാരണം വിഷ്ണു 4-5 വർഷത്തിന് ഇപ്പുറമാണ് ഈ പാമ്പിലേക്ക് തിരിഞ്ഞത്. പാമ്പിലേക്ക് തിരിഞ്ഞാൽ മാത്രമല്ല വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാം, അടുത്ത് വീട്ടിലേക്ക് വരുന്ന ചെറിയ പാമ്പുകളൊക്കെ പിടികൂടി എവിടെയും കൊണ്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ പിടിച്ച് വനംവകുപ്പിൽ കൊണ്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയും കൂടെ അദ്ദേഹത്തിനുണ്ട്. സമയം കിട്ടുന്നത് ഇല്ലേ ഇടയ്ക്കൊക്കെ പിടിച്ച് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെ പിടിച്ച്, പിന്നെ മലയാള കിട്ടുന്ന അതൊക്കെ പിടിച്ച് വനംവകുപ്പിൽ കൊണ്ട് കൊടുക്കുക. ഇങ്ങനെ കുറെ വയ്യാത്ത കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് സേവ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഏകദേശം വെറൈറ്റി ആയിട്ടുള്ള ഈ അതിഥിയൊക്കെ കൊണ്ടുവന്ന് സേവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് നടന്നങ്ങ് പോകുന്നതാണ്. മിക്കവാറും ഇവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് നടന്നു പോകും. കാരണം അനങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ കൈ ഇരുന്ന സമയത്ത് അത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇദ്ദേഹത്തിന് പ്രേമമാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നുണ്ട്. അദ്ദേഹം കയ്യിൽ കെട്ട് മിണ്ടാവാതെ ഇരിക്കുന്നത്. ലോകത്തില് പ്രസവിക്കുന്ന ഏറ്റവും വലിയ പാമ്പ് ഏകദേശം 15 അടി തൊട്ട് 30 അടി വരെയാണ് ഇതിന്റെ നീളം വെക്കുന്നത്. 35 കിലോ തൊട്ട് 50 കിലോ വരെ ശരീരഭാരം വെക്കും. പെട്ടെന്നുള്ള വളർച്ചയല്ല, അതിന് സമയമെടുക്കും. 10 വർഷം തൊട്ട് 15 വർഷം വരെയാണ് അതിന്റെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ആ വളർച്ച ഇവിടെ ഉണ്ടാവും, നമ്മുടെ കൂടിനകത്ത് ഉണ്ടാവാൻ സാധ്യത. നമുക്ക് പുറത്താണെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റിലാണെങ്കിൽ അത് കുറച്ചുകൂടെ. ഇത് ശരിക്കും ആമസോൺ കാടുകളിനകത്ത് വളരുന്ന ഒരു സ്നേക്കാണ് അനാക്കൊണ്ട. പ്രേക്ഷകർ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ 100 കണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പൊക്കോണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 1000-ലേറെ എപ്പിസോഡ് പിന്നിട്ട് പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനിടയിൽ നമുക്ക് ഒരിക്കലും ഇതുപോലെ ലൈവായി പുറത്ത് കയ്യിൽ വെച്ച് നമുക്കൊരു അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞിട്ടില്ല. ഇതാദ്യമാണ് അനാക്കൊണ്ട എന്ന് പറയുന്ന അതിഥിയെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പുറത്ത് പരിചയപ്പെടുത്തി തരാൻ കഴിയുന്നത്. ഇപ്പൊ നമുക്ക് സ്കൂലാണെങ്കിൽ പോലും പുറത്തു നിന്നൊക്കെ ഫോട്ടോ എടുക്കാം, പുറത്തുനിന്ന് വീഡിയോ എടുക്കാം. ഗ്ലാസ്സിൽ പോലും തൊടാൻ പറ്റില്ല, തൊടാതെ മാറി നിർത്തണം. അകത്ത് കയറി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാം പുറത്ത്. ഇത് നോക്കിയോളൂ, സത്യം ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ തല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ചേറുപാമ്പ്, കണ്ടം പാമ്പിന്റെ തല പോലെ കണ്ട, അല്ലെങ്കിൽ മണ്ണൂളി. ഏറ്റവും വലിയ പ്രത്യേകത കണ്ണ് കണ്ടോ, കണ്ണിലും അതിന്റെ ഇദ്ദേഹത്തിന്റെ കണ്ട ഒരു പ്രത്യേകത. ഇതിനെ പെട്ടെന്ന് എന്താ പറയുക, വിഷ്ണു ഇവിടെ ഇങ്ങനെ വെട്ടിട്ട് മാറി കഴിഞ്ഞാൽ പാമ്പിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ വിചാരിക്കും ഇത് മണ്ണൂളി എന്നറിയപ്പെടുന്ന സാൻബോവ, കോമൺ സാൻബോവ എന്നറിയപ്പെടുന്ന അത് തലയിട്ടിരിക്കുമ്പോൾ തലയാണ് ഇദ്ദേഹത്തിന്റെ തല കാണുന്നത്. സെയിം തല നോക്കിയുള്ളൂ, അദ്ദേഹത്തിന്റെ തല അങ്ങനെയാണ് കാണുന്നത്. ഈ ആ ഒരു ചെറിയ എന്താ പറയുക, ആ ഒരു രീതിയിൽ നോക്കിയുള്ളൂ, മണ്ണൂലിയുടെ തല പോലെ ഇരിക്കുന്ന തല. പിന്നെ വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന പാമ്പ്, കണ്ടം പാമ്പ്, ചേറുപാമ്പ്, ഡോഗ് ഫൈസസ്, സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയുടെ തല പോലെയാണ് ഇദ്ദേഹത്തിന്റെ തലയിരിക്കുന്നത്. പക്ഷേ കളറിൽ ഈ ഡിസൈൻ കണ്ട പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടവർക്ക് പെരുമ്പാമ്പെന്ന് വിചാരിക്കും. ഒരിക്കലും അനാക്കൊണ്ടെന്ന് പറയാൻ പോകുന്നത്. ഒരിക്കലും ഈ പെരുമ്പാമ്പിന്റെ കുഞ്ഞിന്റെ ഇത്തിരി വലുതാവുന്നതിന്റെ കളർ ഈ വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പെരുമ്പാമ്പെന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ അനാക്കോണ്ടയാണ്. ഇത് ഏകദേശം നല്ല എന്താ 50-60 കിലോയ്ക്ക് മുകളിൽ ഭാരം വെക്കുന്ന അതിഥിയാണ്. നല്ല കടിക്കുന്ന, മനുഷ്യനൊന്നും വിഴുങ്ങാൻ പോകുന്നില്ല, എന്നാലും നല്ല കടിക്കുന്ന മറ്റ് മൃഗങ്ങളെ, സാധാരണ വീട്ടിലൊക്കെ വളർന്ന ആടിനെയും പയ്യുടെ കുട്ടിയൊക്കെ കഴിക്കാൻ കഴിവുള്ള ഒരിനം അതിഥിയാണ് അനാക്കോണ്ട. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത്. പ്രസവിക്കുകയല്ല, മുട്ട തന്നെയാണ് തയ്യാറാവുന്നത്. മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നതുകൊണ്ട് പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുക അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മിക്കി പെറ്റ്സിൻ്റെ നമ്മുടെ വിഷ്ണു അവറുകൾ നമുക്ക് സമ്മാനിച്ചത്. കാരണം ഇത്രയും നല്ല എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും, നമുക്ക് എപ്പിസോഡിൽ തന്നെ കിട്ടാൻ പറ്റാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള രീതി നമ്മൾ ഒരിക്കലും ലൈവായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. അത്രയ്ക്ക് ഇനി എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ മാത്രം ഇന്ത്യയിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വിഷ്ണു അവറുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക്. ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പെറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ വിഷ്ണു അവറുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർക്ക് ഇതിലും സ്റ്റോക്ക് ഉള്ളവർ ചിലപ്പം കാണാതിരിക്കും. നമ്മളത് സെയിലിന് വേണ്ടി എടുക്കുന്നതല്ല, നമ്മളത് വളർത്താനായിട്ട് എടുക്കും. അത് സെയിലിന് വേണ്ടി, ജസ്റ്റ് ഇത് പിന്നെ ഒരിക്കലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എത്ര രൂപ തരാന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മളതിനെ കീപ്പ് ചെയ്യുവാണ്.
വളർത്താൻ വേണ്ടി മാത്രം, വളർത്താൻ നമുക്ക് വേണ്ടി. പഠിക്കാൻ വേണ്ടി അതെ, മനസ്സിലാക്കാൻ വേണ്ടി അതെ, മാത്രം. ഇന്ന് എനിക്ക് തോന്നുന്നതാണ്ട് ഇത് ഈ പാറ്റേൺ നോക്കിയുള്ളൂ, ഈ പാറ്റേൺ കണ്ടത് വാല് നോക്കിയുള്ളൂ. സാറിന് പെരുമ്പാമ്പിന്റെ വാല് ഇങ്ങനെയല്ല, നമ്മൾ ആ ബോൾ പൈത്തന്റെ വാല് ഇങ്ങനെയല്ല. കണ്ടോ, ബോൾ പൈത്തന്റെ വാലിന് ഇത്രയും കൂർപ്പില്ല, ഇത് കുറച്ചുകൂടെ കൂർത്തിട്ടുണ്ട്. മറ്റേ കുറച്ച് ഉരുണ്ടിരിക്കും, ഇത്രയേ ഉള്ളൂ ഉരുണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് ബാക്കി ഇങ്ങോട്ട് കൂർപ്പാണ്. നല്ല തണുപ്പല്ലേ? ഒന്ന് വിഷ്ണു ഒന്ന് കവളി വെച്ച് കൊടുത്തേ, കവളി വെച്ചേ. നല്ല തണുപ്പല്ലേ? അതെ അതെ ഇല്ലേ? നല്ല ഐസ് പോലെയൊക്കെയാണ്. നല്ല ഐസ് പോലെ എനിക്ക് തൊട്ടപ്പോ തന്നെ അതെ. എനിക്ക് ഐസ് പോലെ ഫീൽ ചെയ്യുന്നു. അത് കാരണം ഇത് എന്റെ കൈയുണ്ട, അതെ നല്ല നല്ല ചൂട്. ചൂടല്ലേ? അതെ. എനിക്ക് പ്രശ്നമാണ് ഈ കടിയിട്ട് മെഡിസിൻ എടുത്ത് എന്റെ ഭയങ്കര. ഇപ്പൊ നിങ്ങൾ വിഷ്ണുവിന്റെ കൈ വെച്ച് കഴിഞ്ഞാൽ ഉം. എനിക്ക് നല്ല തണുപ്പ്, ആ. പക്ഷെ എന്റെ കൈ ഭയങ്കര ചൂട്. അതാണ് ഞാൻ തൊടാൻ മടിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഉം. ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് കുറേ നേരം, ഒരുപാട് നേരം ഇരുന്നാൽ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇത് കണ്ട, ഇത് നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. ഐസ് കണക്കിരിക്കുന്നത് അതേ സെയിം ആണ് നമ്മുടെ സ്വന്തം ദേശീയ ഉരകമായ രാജവമ്പാല. രാജവമ്പാല. ഇതേ തണുപ്പാണ്. ഉം. എന്ന് വെച്ചാൽ അവന് ഉം. വെയിലുള്ള സ്ഥലത്ത് അങ്ങനെ വരത്തില്ല, അമർത്തവശം വന്ന് പെടുന്നതാണ്. ഉം. അവൻ ജീവിക്കുന്നത് ഉം. എന്താ പറയാ, അടിക്കാടുള്ള സ്ഥലങ്ങളിലാണ്. ഉം. നല്ല തണുപ്പുള്ള വെള്ളമുള്ള സ്ഥലത്തേ അവൻ കാണത്തുള്ളൂ. ഉം. അതേ സെയിം തണുപ്പ്. ഇത് പിന്നെ ഫുൾ ടൈം വെള്ളത്തിലല്ലേ, ഉം. ഇത് ഫുൾ ടൈം വെള്ളത്തില്ല. ഫുഡ് കാണാൻ മാത്രമല്ലേ മേളി ഇത്രേ വരുള്ളൂ, ഉള്ളൂ. പിന്നെ മാറ്റിങ്ങിന് വെളിയിൽ വരും, അല്ലാതെ വെളി വരത്തില്ല. ഇല്ല, full വന്ന് time. കുറച്ചു നേരം കിടക്കും, പിന്നെ പടം പൊഴിക്കാറാകുമ്പോൾ ഉം. മോർണിംഗ് ടൈം ആകുമ്പോൾ ഉം. കുറച്ച് 3-4 ദിവസം വന്ന് മേളി കിടക്കും, അതെ. വീണ്ടും വെള്ളത്തിൽ പോവും, വീണ്ടും വന്ന് നടക്കും. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ കടിക്കണമെന്നൊന്നുമില്ല കേട്ടാ. ഇപ്പൊ നല്ല കൂട്ടായി അവര് കണ്ടോ, ഇപ്പൊ നല്ല കൂട്ടായി, ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. തപ്പി ഇവിടെ കിട്ടിയാണ്. ഇപ്പൊ ഒന്നുകൂടെ വേണമെങ്കിൽ ഇവിടെ വെച്ചെടുത്ത് വേണമെങ്കിൽ ഒരു കടി വാങ്ങിപ്പിക്കാം. അതിപ്പോ ഒരു ഒരു കടി ഇപ്പൊ കിട്ടാമെങ്കിൽ നമുക്ക് അറിയാം എത്ര പല്ലുണ്ടെന്നുള്ളത് അല്ലേ. മക്കളെ ഒന്ന് കൊടറാ. കടിച്ചോ. ഇദ്ദേഹത്തിന്റെ പേരെന്താ? പ്രത്യേകിച്ച് അങ്ങനെ പേരായിട്ടൊന്നും ഇട്ടിട്ടില്ല. മറ്റു ലക്ഷ്മിയുടെ പേരൊന്നും ഇതിന് കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ഇത് പേര് കൊടുത്തിട്ടില്ല. എന്തായാലും പേര് കൊടുക്കും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഉം. അപ്പൊ വിളിച്ച് ഇനി തുറന്നു വിട്ടിട്ട് നമ്മൾ വീട്ടിൽ ഇവിടെ ഇത് ശരിക്കും അധികം ആൾക്കാർ നമ്മൾ കാണിച്ചിട്ട് പോലും ഇല്ല. ഇത് നമുക്ക് വേണ്ടി നമ്മുടെ സൈസ് വേണ്ടി കുറച്ചുകൂടെ സൈസ് ആയിട്ടേ കാണിക്കാൻ വേണ്ടി വെച്ചതാ. സൈസ് ആകുമ്പോൾ ആളുകൾ ഒരു ഇമ്പം ഉണ്ടാവും. അതെ അതെ. ലോകത്തിൽ ഏറ്റവും വലിയ പെരുമ്പാമ്പെന്ന് പറയപ്പെടുന്നത് വെർട്ടിക്കുലേറ്റഡ് പൈത്തനാണ്, നീളം കൂടുതൽ. പക്ഷേ ഏറ്റവും സൈസ് ഉള്ളതെന്ന് പറയുന്നത്, ഏറ്റവും വണ്ണമുള്ളതെന്ന് പറഞ്ഞാൽ അനാക്കോണ്ടയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ മിക്കി പെറ്റ്സിലെ വിഷ്ണുവിൻ്റെ സ്വന്തം അനാക്കോണ്ടയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി, നമസ്തേ.